അടൂരിനെതിരെ കേസെടുക്കില്ല എന്നുള്ള തീരുമാനം വന്നു. ദളിത് ഫണ്ടമെന്റലിസ്റ്റുകൾ കുറേ പേരെ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. ചില മാധ്യമപ്രവർത്തകരും അതിനെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നു. അടൂരിനെ ആക്രമിക്കുക എന്നുള്ളതല്ല, സ്വന്തം പബ്ലിസിറ്റി കിട്ടുക. സിനിമയില്ല, അവസരങ്ങളില്ല, ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അടൂരിനെ ഒരു പടിയാക്കി ചവിട്ടി കയറിയാൽ ഒന്ന് പൊങ്ങി നിന്നാൽ ആൾ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പണികളാണ് ചിലർ ഇതിന് പിന്നിൽ നടന്നത്. പക്ഷേ അടൂരിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ പരാജയപ്പെടുന്നത് ദളിത് ഫണ്ടമെന്റലിസം, ദളിത് വർഗീയവാദമല്ലേ? അതുതന്നെ, എല്ലാ മൗലികവാദവും മനുഷ്യവിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അടൂരിനെ വിമർശിച്ചിട്ട് ആളാവാൻ നോക്കുന്നതിനെ നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിലേറെ സങ്കടം തോന്നിയത് ചില രാഷ്ട്രീയ നേതാക്കൾ ഒരാവശ്യവുമില്ലാതെ അടൂരിനെതിരെ പ്രസ്താവന. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടത് MP ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവനയാണ്. ഒരു ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ തുടർ എന്നാണ് അടൂരിനെ നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ വലിയ സൈദ്ധാന്തികൻ എന്ന് പറയുന്ന MP ഗോവിന്ദൻ മാഷിക്ക് ഫ്യൂഡലിസത്തിൻ്റെ അർത്ഥം അറിയില്ല എന്ന് തോന്നുന്നു. അടൂരിൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിലോ ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയിലോ ആലോചിച്ചൊക്കെ ആരൊക്കെയാണ്. ഇപ്പോൾ ബിന്ദുവിനെക്കുറിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R ബിന്ദുവിനെക്കുറിച്ച് അടൂർ പറഞ്ഞതാണ് ശരി. ഈ വിവരക്കേടിന് ഇങ്ങനെയും ചില അവതാരങ്ങളാവാം എന്ന് അവർ തന്നെ തെളിയിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ കേരള സർക്കാർ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മുടെ സജി ചെറിയാൻ അതേ വേദിയിൽ അടൂരിന് മറുപടിയുമായിട്ട് വന്നു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇവരൊക്കെ എന്തുമാത്രം ബൗദ്ധികമായി താണ നിലവാരത്തിലാണെന്ന് മനസ്സിലാക്കാൻ അടൂരിൻ്റെ ആ മുഴുവൻ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. ഏഷ്യാനെറ്റ് ആ അടൂരിൻ്റെ മുഴുവൻ പ്രസംഗം 10-25 മിനിറ്റ് ഉണ്ട്. അത് ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലല്ലോ? അത് കാണേണ്ടതാണത്. എല്ലാ മനുഷ്യരും കേൾക്കേണ്ടതാണ്. ഒന്ന് മുഴുവൻ കേട്ടാൽ മതി, എന്നാൽ തീരും ഇതിൻ്റെ പൊള്ളത്തരം. ഒരു ദളിത് മൗലികവാദിക്കും അതിൽ വോയിസ് ഇല്ല, ഒരു ഫെമിനിസ്റ്റിനും വോയിസ് ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരം. മാത്രമല്ല കേരള ഗവൺമെൻറ് മിണ്ടാൻ പാടില്ല. അത്രയേറെയാണ് കേരള ഗവൺമെൻറ് അപ്രീഷിയേറ്റ് ചെയ്തത്. കേരളത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്? കേരളം ലോക സിനിമയ്ക്കും കൊടുത്ത വലിയ മാതൃകയുണ്ട്. കാരണം നമ്മളാണ് ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ ഒരു തിയേറ്റർ ഉണ്ടാക്കിയ നമ്മളാണ് ലോകത്തിന് മാതൃകയായ ചലച്ചിത്രോത്സവം തുടങ്ങിയത്. നമ്മളാണ് ചിത്രാഞ്ജലി എന്ന് പറയുന്ന ഷൂട്ടിംഗ് സ്റ്റുഡിയോ സ്ഥാപിച്ചത്. നമ്മൾ അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. ഈ ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. IFFK, അപ്പോൾ ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് ചെറിയ ഡെലിഗേഷൻ ഫാസ് ഉണ്ടല്ലോ, ആ ഫീസ് കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞ കാര്യമാണ്. ഈ ഒരു പണിയും ഇല്ലാത്തവർക്ക് കയറി ഇരുന്ന് സിനിമ ആസ്വദിക്കാൻ, സിനിമ സീരിയസ് ആയിട്ട് എടുക്കാൻ, ലോക സിനിമയെക്കുറിച്ച് പഠിക്കാൻ, ഗൗരവമായിട്ട് എടുക്കാനും ബൗദ്ധികമായി ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് പുതിയ വർക്കുകൾക്ക് പാഠമാകാനും ഒക്കെ ആണ് ചലച്ചിത്രോത്സവങ്ങൾ. അവിടെ ഈ ഒരു പണിയുമില്ലാത്ത ആളുകൾ, എന്നിട്ട് അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു, ഈ ചാലയിലെ തൊഴിലാളികൾ വേറെ അവരുടെ ഒരു ഒഴിവു സമയ വിനോദം പോലെ കയറിയിരുന്ന് സിനിമ, അത് അവരെ ആക്ഷേപിക്കാനല്ല, അവർ കണ്ടുകൊള്ളട്ടെ. പക്ഷേ അത്തരം വിനോദത്തിന് വേണ്ടി ചലച്ചിത്രോത്സവങ്ങൾ അതിനുള്ളതല്ല. അതിന് നമ്മൾ സാധാരണ തിയേറ്ററുകളിലെ സിനിമ പോലെ അല്ലല്ലോ. ചലച്ചിത്രോത്സവങ്ങൾ ലോകോത്തരമായ സിനിമകൾ കൊണ്ടുവന്ന് ഒരു പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക കാലത്ത് സംഘടിപ്പിക്കുന്നതിനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫീസ് കൂട്ടണം, അത് പറയാനാണത് പറഞ്ഞത്. അപ്പോൾ തൊഴിലാളികളെ ആക്ഷേപിച്ചു. ഉടനെ അവിടെ CITU തൊഴിലാളികളുടെ പ്രകടനം ആലോചിച്ച് നോക്കൂ. അതാണ് ഒന്ന്. ഇതൊക്കെ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഫലമാണ്. ഒന്ന്, ഈ അടൂരിൻ്റെ ചലച്ചിത്ര ഭാഷ അത് മനസ്സിലാക്കാൻ നമ്മുടെ ഈ വിമർശകരായി വന്ന മലയാളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാർക്കും ഒട്ടുമിക്ക സിനിമക്കാർക്കും ബുദ്ധിമുട്ടാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ എനിക്ക് കഥകളി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആരുടെ കുറ്റം? ചലച്ചിത്രത്തിന് ഒരുപാട് ഭാഷ്യങ്ങളില്ലേ? മനുഷ്യൻ്റെ ആത്മാവിഷ്കാരങ്ങളുടെ പല വഴികളിലൊന്നാണ് സിനിമ. ആ സിനിമയിൽ തന്നെ എന്തെല്ലാം വഴി. അരവിന്ദൻ്റെ വഴിയല്ലല്ലോ അടൂരിൻ്റെ വഴിയല്ല പത്മരാജൻ്റെ വഴിയല്ല ലോഹിതദാസിൻ്റെ വഴിയല്ല സന്തോഷ് പണ്ഡിറ്റിൻ്റെ വഴി. ഇതൊക്കെ ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സാധനമല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിൽ അടൂരിൻ്റെ ചലച്ചിത്ര ഭാഷ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ പറഞ്ഞവരൊക്കെ. ഇനി അടൂർ ലോകത്തിന് മലയാളത്തിന് അദ്ദേഹം സംഭാവന ചെയ്തിട്ടല്ലേ ഉള്ളൂ. മലയാളത്തിന് സൽപ്പേരല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അടൂരിനെ കൊണ്ട് മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലേ. മലയാള സിനിമയെ ലോകം അറിയുന്നത് അടൂരിലൂടെയല്ലേ. മീൻസ് അരവിന്ദന് ശേഷം ആരാണ് ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരാളുള്ളത്? നമ്മളത് കാണേണ്ടതല്ലേ. അതിൻ്റെ കെറുവാണ്. ഇവർ എത്ര തലകുത്തി മറിഞ്ഞിട്ടും, ഇവർ എന്ത് മൗലികവാദവും ഇരവാദവും ഉന്നയിച്ച് നടന്നിട്ടും
ഈ നമ്മുടെ സാംസ്കാരിക രംഗത്തെ അപ്പാടെ ഇരവാദങ്ങൾ കൊണ്ട് മലീമസമാക്കിയിട്ടും ഒരു അടൂരാവുക എളുപ്പമല്ല. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രസംഗം ഒന്ന് മുഴുവൻ കേട്ടു നോക്കിയാൽ, ഒന്ന് കേരളത്തെ അദ്ദേഹം അങ്ങേയറ്റം വാഴ്ത്തുന്നു, കേരളത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, വെറുതെ അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ വേറെയും ശക്തികളുണ്ട്, രംഗത്ത് വരാത്ത ശക്തികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഈ ഒരു സിനിമയുടെ ഗുണനിലവാരം നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, 100 കോടിയുടെ 50 കോടിയുടെ ഒക്കെ ക്ലബിൽ കയറുന്നതാണ്. എനിക്ക് ഈ കോടി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ കോടികൾ എടുത്തത് പലപ്പോഴും കോടികളുടെ കണക്ക് പറയുന്നത് ഫേക്ക് അല്ലേ കണക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സിനിമയുടെ ലൈറ്റ് ബോയ്സിന്, ആ സിനിമയുടെ ഈ ഏറ്റവും താഴേക്കടയിൽ പണിയെടുത്തവർക്ക് കൂലി കൊടുത്തില്ല എന്ന ആക്ഷേപം വരുന്നത് എങ്ങനെയാണ്? ന്യായമായ ചോദ്യമല്ലേ അത്? അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതാണ്, ഇപ്പോൾ ഈ ആർക്കൊക്കെയാണ് അത് കൊള്ളുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഈ ക്ലബ്ബുകളിൽ, കോടികളുടെ ക്ലബ്ബുകളിൽ കയറുന്നതാണ് സിനിമ എന്ന് ധരിച്ചു വെച്ചവർക്കെതിരെയായിട്ട് അവർക്കൊക്കെയാണ് അത് കൊള്ളേണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചലച്ചിത്ര അക്കാദമി ഈ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രത്യേക ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം നല്ലതാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ പരിശീലനം കൂടി കൊടുക്കണം. തീർച്ചയായും ഏത് വ്യവസായത്തിനും വ്യവസായം നടത്താനുള്ള പരിശീലനം കൊടുത്തിട്ടാണ് ലോൺ കൊടുക്കാറുള്ളത്. ഒന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ, ഞാൻ പത്രം ഇടാൻ രാവിലെ പോകുന്നു വെച്ചോളൂ, ആദ്യം ഒരാളെ എൻ്റെ കൂടെ അയക്കും, ഇങ്ങനെയാണ് പത്രം ഇടേണ്ടത്, ഇന്ന വീടുകൾ പരിശീലനം കൊടുക്കണം. അതിന് വേണമെങ്കിൽ സൗജന്യമായ പരിശീലനത്തിന് ഞാനും തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്ന കാര്യം, ചെലവ് കുറച്ച് സിനിമ നിർമ്മിക്കുന്നതാണ് നല്ല സിനിമയുടെ ലക്ഷണം, അല്ലാതെ എപ്പോഴും 100 കോടിക്ക് സിനിമ ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ 1.5 കോടി ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അത് 3 പേർക്ക് കൊടുത്തൂടെ, എന്നാൽ അതുപോലും 50 ലക്ഷം ഉണ്ട്, വലിയ സിനിമ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ചെയ്തൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, സിനിമയ്ക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാൻ തുടങ്ങിയാൽ 1.5 കോടി വെച്ച് ഒരാൾക്ക്, അയാൾ പട്ടികജാതിക്കാരനാണെങ്കിൽ അങ്ങനെ, സ്ത്രീകളാണെങ്കിൽ അങ്ങനെ, സ്ത്രീകൾക്കും ജാതിക്കാർക്കും സിനിമയുടെ പേരിൽ 1.5 കോടി വീതം ഇൻസെൻറ്റീവ് കൊടുക്കാൻ തുടങ്ങിയാൽ ആദ്യം നടക്കുക കറപ്ഷൻ പെരുകും. ഉറപ്പല്ല, അത് നേടിയെടുക്കാൻ എന്താ വഴി, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, അതായിരിക്കുമല്ലോ ആലോചിക്കുക. എത്ര സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൻ്റെ സാമൂഹ്യ നോക്കിയല്ലേ അദ്ദേഹം പറഞ്ഞത്, അത് കേട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട, ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധത, ഇതിലെവിടെയാണ് ദളിത് വിരുദ്ധത, ആർക്കും എതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞ മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിനിയും ചെയ്യാനുണ്ട്. അദ്ദേഹം 2 സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ മഹത്വം ആ കോമ്പൗണ്ടിലെ കാടുകളായിരുന്നു. വനം നിറഞ്ഞ കോമ്പൗണ്ടായിരുന്നു അത്. ആ കോമ്പൗണ്ടിലെ കാട് വെട്ടാൻ തീരുമാനിച്ചു അവിടെ വന്നൊരു മേധാവി. എന്നിട്ട് അവിടെ പച്ചക്കറി കൃഷി നടാൻ തീരുമാനിച്ചു. ഇവൻ എന്ത് സിനിമാ സങ്കല്പമാണ്! എന്തിനാണ് ആ സ്ഥാപനം പച്ചക്കറി ഉണ്ടാക്കിയിട്ട് അടുക്കള നടത്താനുള്ളതാണ്, അവിടെ എന്തോ കാറ്ററിംഗ് ബിസിനസ് നടത്താനാണ്. അപ്പോൾ അമ്മാതിരി മുഴുവൻ കോമാളിത്തങ്ങളെയും ആ പ്രസംഗത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ വനമേഖല, കാടുകളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. വേറൊന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ കോട്ടയത്തെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കൊടിയ അക്രമവുമാണ്, രാഷ്ട്രീയമായ പേക്കൂത്തുകളുമാണ്. അവിടെ അദ്ദേഹം ചെയർമാനായിരുന്നല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹം ഉന്നയിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ഞാൻ പരമാവധി ശരിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ആ സ്ഥാപനം പിന്നെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് ചെലവ് ചുരുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സൂപ്പർ സ്റ്റാറുകളെ വെക്കണം എന്നതിനർത്ഥമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരായി പ്രസ്താവന ഇറക്കിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു പലരും ഉണ്ടാവാം എന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്ന്, കേരളത്തിൽ ഇനി വേണ്ടത് വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. എല്ലാതരം കലകളും എന്നും ആവിഷ്കരിക്കാൻ ഒരു മൾട്ടി ആർട്ട് കോംപ്ലക്സ്, എല്ലാ ഒരേ സമയം സിനിമ കാണാൻ ഉള്ള തിയേറ്റർ, നാടകം അവതരിപ്പിക്കാനുള്ള സ്റ്റേജുകൾ, ഓപ്പൺ എയറും ഇൻഡോറുമായിട്ടുള്ള സ്റ്റേജുകൾ, അതേസമയം ചിത്രപ്രദർശനം നടത്താനുള്ള ഗാലറികൾ, അതേസമയം തന്നെ ഈ കളിയരങ്ങുകൾ, നൃത്ത ഉത്സവം നടത്താനുള്ള കളിയരങ്ങുകൾ, കഥകളി നടത്താനുള്ള പീഠങ്ങൾ, ഇങ്ങനെ എല്ലാം ചേർന്നുള്ള വലിയ ഒരു സാംസ്കാരിക സ്ഥാപനം നമുക്ക് ഇപ്പോഴും ഇല്ല. അത് ഉണ്ടാക്കണം എന്ന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. വേറൊന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു വൈലോപ്പള്ളി സംസ്കൃതി ഭവനാണ്.
അത് നമ്മൾ കാണിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് കാണണം. അവിടെ ഒരു സർക്കാർ ഓഫീസ് അനുവദിച്ചു കൊടുത്തതോടുകൂടി തീർന്നു. അത് ആണോ അല്ലേ? പുരാരേഖ വകുപ്പിന്റെ ഓഫീസുണ്ട് അവിടെ പറയുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നു. സർക്കാർ സ്ഥാപനമാക്കിയതിനെ മാറ്റി തകർത്തു. KCHR പ്രവർത്തിക്കുന്നു. അതേന്നേ, അത് സാംസ്കാരിക കേന്ദ്രമല്ലേ? സർക്കാർ മറ്റൊന്നുകൂടി പറയുമ്പോഴാണ് അത് ആ പ്രസംഗം പൂർത്തി. എന്ത് ക്ലാസിക് പ്രസംഗമാണെന്ന് അറിയോ? അതിന്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ഇനി ടിവിയും കൂടി ചേർത്ത് പിടിക്കണം. കാരണം മിനി സ്ക്രീനാണ്, അതും കൂടി ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ. അദ്ദേഹം ചോദിക്കുന്നു, ക്രിയേറ്റീവായി എന്തെങ്കിലും അതിനകത്ത് നടക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. നമ്മുടെ എല്ലാ ചാനലുകളിലും തുടക്കത്തിൽ പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് നിർത്തി. പകരം എല്ലാ ചാനലുകളും മത്സരിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു ഇനം എന്താണെന്നറിയോ? FIR പോലുള്ള ക്രിമിനൽ കുറ്റങ്ങളുടെ അവതരണത്തിന് എല്ലാ ചാനലുകളും മത്സരിച്ച് അവസരം കൊടുക്കുന്നു, സമയം കൊടുക്കുന്നു. ഒരു പുതിയ പുസ്തകം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് ഹൊററല്ലേ, അതിഭീകരമല്ലേ? FIR, ക്രൈം ഫയൽസ്, പല പേരിലാണ്. അത് അടൂരിനെ പോലെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ കൈയടിക്കുന്നുണ്ട് മനുഷ്യര്. അടൂരിൻ്റെ ഈ പ്രസംഗത്തിന് മുഴുവൻ ഉടനീളം കൈയടി കിട്ടിയതാണ്. ഞാൻ കണ്ടു, അത് മുഴുവനായിട്ട് കണ്ടു. ഇങ്ങനെ ഗംഭീരമായൊരു പ്രസംഗം, മലയാളി ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗം, അതും സിനിമാ കോൺക്ലേവ് എന്ന് പറയുന്ന ഉചിതമായൊരു വേദിയിൽ നടത്തിയ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ആർക്ക് കേസെടുക്കാൻ പറ്റും? കൊണ്ടുപോയി കൊട്ടയിലിടാൻ പറഞ്ഞു കോടതി അപൂർവമായി പറയുന്ന ശരിയായ തീരുമാനമാണത്. കേസെടുക്കാതിരിക്കുന്നതും വലിയൊരു നീതിബോധമാണ്. കേരളത്തിലെ ഹൈക്കോടതിയെ നമുക്ക് അഭിനന്ദിക്കണം.